കോഴിക്കോട് പുതിയങ്ങാടിയിൽ 2 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ പ്രതി അറസ്റ്റിലായി. മുഖ്യപ്രതി മലപ്പുറം പോത്തുകൽ സ്വദേശി ഷൈൻ ഷാജിയാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്നാണ് പ്രതി പിടിയിലായത്. രാഹുൽ കെവിയുണ്ട്. രാഹുൽ, വിവരങ്ങൾ. പൂജ 23 വയസ്സുകാരനാണ് പ്രതി. 2 കോടിയോളം രൂപയുടെ മാരക മയക്കുമരുന്നാണ് കോഴിക്കോട് പുതിയങ്ങാടിയിലെ ഒരു വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നത്. അതായത് 779 ഗ്രാം MDMA-യും 80 LSD സ്റ്റാമ്പുകളുമാണ് പോലീസ് റെയ്ഡിൽ പിടികൂടിയിരുന്നത്. പ്രതികൾ ഈ സമയത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. മലപ്പുറം പോത്തുകൽ സ്വദേശിയായ ഷൈൻ ഷാജിയാണ് ഈ മയക്കുമരുന്ന് കേസിലെ മുഖ്യപ്രതി. പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയായിരുന്നു. ബംഗളൂരുവിൽ വെച്ചാണ് വെള്ളയിൽ പോലീസും അതുപോലെ ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡെൻസാഫും ചേർന്ന പ്രതിയെ പിടികൂടിയത്. 23 വയസ്സുകാരനാണ് പ്രതി. ഈ കേസിൽ മാത്രമല്ല, ഇതിനു മുൻപ് ഒരു MDMA കേസിൽ ഉൾപ്പെട്ട് 2 വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് തന്നെ കടക്കുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ മയക്കുമരുന്ന് ബംഗളൂരിൽ നിന്ന് അടക്കം എത്തിച്ച MDMA അടക്കം വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണി കൂടിയാണ് ഷൈൻ ഷാജി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിച്ചു വരികയാണ്. അതായത് കഴിഞ്ഞ മാസം മെയ് 29-ന് പുതിയങ്ങാടിയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നു. ഇവിടെ നിന്ന് 2 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുന്നു. ഇതിലെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ശരി, കോഴിക്കോട് പുതിയങ്ങാടിയിൽ 2 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിലാണ് പ്രതി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. രാഹുൽ കെവിയാണ് വിവരങ്ങൾ നൽകിയത്.